എന്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും ഹലോ, അപ്പോൾ ഇന്നൊരു ഹെയർ ഗ്രോത്ത് വീഡിയോ ആണ്. നമ്മുടെ കമൻസിൽ ഇങ്ങനെ ഹെയർ ഗ്രോത്ത് വീഡിയോ ഇടുമെന്ന് വെച്ചിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് അതാവാന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പണിയായുധം വേണം. ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെറുതായിട്ടെങ്കിലും എണ്ണ തലയിൽ തൊട്ട് മാറണം. ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ കറ്റാർവാഴയുടെ അടുത്തേക്ക് പോവാം. ഇത് പൊട്ടിച്ചിട്ട് കുറച്ചായി, അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് എക്സ്ട്രാ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒരു ലീഫ് എടുക്കുക. ഇതിന്നിപ്പോൾ ഞാൻ 2-3 എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേടാവാറായിട്ടുണ്ട്, കുറേ ആയി ഇതിന്ന് പൊട്ടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 ഒക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ഒരു ലീഫ് തന്നെ ധാരാളമാണ്. നമ്മുടെ ഈ കറ്റാർവാഴയ്ക്ക് ഒരു മഞ്ഞക്കറയുണ്ട്. അത് ചിലവർക്കൊക്കെ അലർജിയും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒരു 10 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കുത്തി ചാരി വെക്കുക. പിന്നെ ഈ കറ്റാർവാഴയ്ക്ക് അത്യാവശ്യം ജെല്ലുള്ള ടൈപ്പാണ്, അപ്പോൾ ആവശ്യത്തിന് എടുത്തോളാം. പിന്നെ അതിൻ്റെ സൈഡത്തെ ആ മുള്ളു പോലുള്ള ഭാഗമൊക്കെ ചെത്തിക്കളയണം. നമ്മുടെയൊക്കെ തലത്തെ താരം പോവാനും ചൊറിച്ചിൽ മാറാനും മുടി കൊഴിച്ചിൽ തടയാനൊക്കെ ഇതൊരു ബെറ്റർ സൊല്യൂഷനാണ്. പിന്നെ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ഞക്കറ ഉണ്ടാവുക. സോ അത് വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി മഴ വരുന്നുണ്ട്. എന്തായാലും മഴയല്ലേ, അപ്പം നമുക്ക് ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഒരു പഞ്ഞിമിഠായി ഇങ്ങോട്ട് കഴിക്കാം. അധ്വാനിക്കല്ലേ, അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു വിശപ്പാവുമല്ലോ. അപ്പോൾ അതിനൊരു ഇടക്കാല ആശ്വാസം ആയിക്കോട്ടെ. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുമണി വന്ന് ഒക്കത്ത് കയറിയിട്ടുണ്ട്. നടക്കുന്നതിനിടയിൽ ആൾ ഉറങ്ങിപ്പോയി. പിന്നെ പുതിയ ടി വിയിൽ എങ്ങനെയാണ് നെറ്റ് കണക്ട് ചെയ്യാമെന്ന് പഠിപ്പിക്കുകയാണ് ഒരാൾ എന്നെ. അപ്പോഴേക്കും നമ്മുടെ കറ്റാർവാഴ ഏകദേശം കറയൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഈ കടഭാഗം ഒന്ന് ചെത്തിക്കളയണം, കാരണം ആ മഞ്ഞക്കറ ഉണ്ടായിരുന്ന ഭാഗമല്ലേ. അപ്പോൾ അത് കളഞ്ഞിട്ട് യൂസ് ചെയ്യാണ് ഏറ്റവും സേഫ്. അതും സൈഡത്തെ മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഞാനിവിടെ തോലൊന്നും ചെത്തിക്കളയുന്നില്ല, വേണ്ടവർക്ക് തോലും കളയാം. ഞാനിവിടെ അരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് തോല് ചെത്തിക്കളയാത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉള്ളി എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചെറുള്ളി ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. ഇല്ലാത്തവർക്ക് ഒരു അര സവോള എടുക്കാം. പിന്നെന്താ, രണ്ടും കൂടി അതന്നെ. അങ്ങനെ രണ്ടും നല്ലപോലെ അരച്ച ശേഷം ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. അരിക്കണ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റെങ്കിലും തലയിൽ വയ്ക്കുക. നീരവർക്കുള്ളവർ ഇത് അധികം നേരം തലയിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവർക്ക് തേച്ചിട്ട് അപ്പം തന്നെ കഴുകി കളയാവുന്നതാണ്. പിന്നെ ഉള്ളിയുടെ സ്മെല്ല് പോകാനായിട്ട് വേണമെങ്കിൽ ഷാമ്പൂല് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇന്നത്രയ്ക്കുള്ളൂ. ചാനൽ ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.